ഈ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും സക്രിയമായ ഒരു പ്രസ്ഥാനമായി വളർത്തിയെടുക്കുന്നതിലും ത്യാഗപൂർണമായ പ്രവർത്തനം നടത്താൻ നേതൃത്വം നൽകിയ ഭാസ്കരന്റെ ഓർമ്മ നമ്മൾ ഈ പ്രത്യേക ദിനത്തിൽ ഒന്നുകൂടി പുതുക്കുകയാണ്. എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിലും ഇപ്പോഴും സജീവ സാന്നിധ്യമായിട്ട് മാറിയ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് ഈ നാട് എന്നെല്ലാവർക്കും അറിയാം. ഇവിടെ ആധുനിക കേരളം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി വ്യവസായ ശൃംഖലകൾ രൂപപ്പെടുന്ന ആദ്യഘട്ടത്തിൽ അവരുടെ ഭൂമിയും കൂലിയും എല്ലാം നഷ്ടമാവുന്ന ആ കാലഘട്ടത്തിലെ കർഷക തൊഴിലാളി രാജ്യത്തിന്റെ ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള നിരവധി ഭൂമി ഏറ്റെടുക്കലുള്ളപ്പോഴെല്ലാം വഴിയാധാരായി പോയ മുൻകാല ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ച് ഭൂമിയുടെ ഉടമക്ക് മാത്രമല്ല ഭൂമിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കർഷക തൊഴിലാളിക്ക് അവന്റെ കൂലിയും ജീവിതവും നഷ്ടമാകുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്ന പശ്ചാത്തലത്തിലുള്ള നഷ്ടപരിഹാരം കൂലിയായിട്ട് ലഭിക്കേണ്ടുന്ന വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു നഷ്ടം ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് വലിയ സമരത്തിലേക്ക് പോയത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം ഇന്ത്യയിൽ എവിടെയും ഒരു സംഘടിത പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുകയോ അങ്ങനെയുള്ളൊരു ആനുകൂല്യം ഈ മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് ലഭിക്കുകയോ ചെയ്ത പാരമ്പര്യം ഇല്ലാതിരുന്നപ്പോൾ ഒരു പുതിയ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ച നാടാണ് നമ്മുടെ ഈ മേഖല. ഈ മേഖലയിലെ അന്നത്തെ കർഷക തൊഴിലാളികളും കൃഷിക്കാരുമെല്ലാം ചേർന്ന് തൊഴിലാളി വർഗത്തിന്റെ എല്ലാം പരിപൂർണ പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞതിൻ്റെ കൂടി ആവേശത്തിലായിരുന്നു അന്നത്തെ കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനം. നഷ്ടപരിഹാരം അനുവദിച്ചതിന് ശേഷം അന്ന് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കൂടി നേതാവായിരുന്ന CPM-ന്റെ അഖിലേന്ത്യാ നേതാവായിട്ട് പിന്നീട് നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് ഹർഷൻ സുജിത്താണ് ഇവിടെ വന്ന് ആ നഷ്ടപരിഹാര തുക നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. ഇങ്ങനെയുള്ള ഒരു സമര പാരമ്പര്യത്തിന്റെ തുടർച്ചയിലാണ് സഖാവ് ഭാസ്കരൻ K. ഭാസ്കരൻ ഈ പ്രദേശത്തെ പാർട്ടി നേതാവായി നമ്മുടെ ഈ പ്രദേശത്തുള്ള അന്ന് പഞ്ചായത്തായിരുന്നു, പഞ്ചായത്തിന്റെ പ്രസിഡന്റായി, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി,
അന്ന് പാർട്ടിക്ക് ജോയിന്റ് സെക്രട്ടറി എന്നുള്ള പദവി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജോയിന്റ് സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ നമ്മെ വളരെ പ്രയാസത്തിലാഴ്ത്തി നമ്മെ വിട്ടുപിരിഞ്ഞത്. 38 വർഷം മുമ്പുള്ള ഈ ഓർമ്മ ഈ പ്രദേശത്തുള്ള കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മറക്കാനാവാത്ത, എന്നും മനസ്സിൽ കനലായി സൂക്ഷിക്കുന്ന ഒരു ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. സഖാവ് ഭാസ്കരന്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും ഇവിടെ ചുവപ്പ് വളണ്ടിയർ മാർച്ചും പ്രകടനവും അനുസ്മരണ സമ്മേളനവും എല്ലാം നടക്കുകയാണ്. ഈ പരിപാടി നിങ്ങളെല്ലാം സമ്മതത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുക.